പറഞ്ഞു ജോസ്കോ ആശുപത്രി ചെന്നിരിക്കാനെന്ന്. എന്നോട് അവൻ പറഞ്ഞു നിന്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നെന്ന്. പക്ഷെ എന്നോട് അവിടെ ഇരിക്കാൻ അവനാ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു ജോസ്കോയില്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആരും വന്നില്ല. ഞാൻ അവിടെ ചെന്നൊരു കസേരയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ മോളും ഭർത്താവും കൂടെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടും കൂടെ കുട്ടികൾ ഇറങ്ങി വടക്കേ വശത്തോ അതോ പറഞ്ഞ തെക്കേ വശത്തോ എന്തോ ഏത് വശമാണ് ഏതായാലും അകത്തോട്ട് പോയി ഈ ജോസ്കോ ആശുപത്രിയുടെ. അവർ വിളിച്ചിട്ടെങ്ങാണ്ടായിരിക്കും പോയത്. എന്തായാലും നമുക്ക് ഈ അമ്മയെ കണ്ട ഓർമ്മയുള്ളൂ. പിന്നെ ഈ അമ്മ പറയുന്നത് നമ്മളെ ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നെ അവിടെ 18 ദിവസം ഇട്ടിരുന്നത്. ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി പിന്നെ ഒരു മുറിക്കകത്ത് കയറ്റി അങ്ങ് മയക്ക്. ഇതൊക്കെയാണോ ആശുപത്രി നടക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? നമ്മളവനെ ഡിവോഴ്സ് ചെയ്ത് ഇവിടെ കായംകുളത്തൊരു വക്കീലവൻ. പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ച് എൻറോൾമെന്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞോളൂ ഇൻഷുറൻസ് ഒക്കെ അടിച്ചിങ്ങനെ ആൾക്കാർക്ക് ഇപ്പം അറിയാമല്ലോ ഇൻഷുറൻസ് മോഷണം അങ്ങ് എന്തുവാ നമ്മുടെ സുകുമാരക്കുറിപ്പ് മുതൽ ഉള്ള കള്ളങ്ങൾ അറിയത്തില്ലയോ? അങ്ങനെയുള്ള കുറെ ഗൂഢസംഘങ്ങളാണ് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കാശടിക്കുക. അവൻ്റെ ജോലി അതാ. 2019 ജനുവരി 23 ഇവൻ ഇപ്പോഴും ഇവനുമായിട്ടൊക്കെ നല്ല കോണ്ടാക്ട്. ഇവൻ ചോദിക്കുന്നത് അവനെന്തിയെ എന്നൊക്കെയാ. ഇവൻ ആരാ ചോദിക്കാന്? ഇവൻ വളരെ പിന്നെ ഭയങ്കര കള്ളുകൂടിയായിരുന്നു. ഒരു ദിവസം 55 ലക്ഷം കിട്ടി 4 പ്രാവശ്യം കള്ളു കുടിക്കും. എന്നിട്ട് കിടന്നങ്ങ് ചീത്ത പൊടിയാണ് ജോലി. ആ ചെറുക്കനെ എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. 600 മംഗലത്തെങ്ങാണ്ട് എടുത്തുകൊണ്ട് കളഞ്ഞു. അവനില്ലപ്പാ 600 മംഗലത്തെങ്ങാണ്ട് കൊണ്ടിട്ട് കണ്ണൊക്കെ അതൊക്കെ ഇങ്ങനെ ആക്കാനൊക്കും. കൊള്ളാം. നിങ്ങൾക്ക് അറിയത്തില്ല ഇവന്മാരുടെ വേല. നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി ഇവിടെ എല്ലാം ലേസർ അടിക്കുക. പിന്നെ ഇതും വെച്ചിരിക്കുന്നത് നമ്മുടെ മുഖത്തോട്ട് വിഷവാതകം അടിക്കുക. ഈ വിഷവാതകം നമ്മുടെ സ്കിന്നിൽ അടിച്ചാൽ എന്തുമായിരിക്കും ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇതിൻ്റെ ഇഫക്റ്റ് കറുത്ത് കരുവാളിക്കും നമ്മൾ. അങ്ങനെ നമ്മുടെ മുഖത്തോട്ട് ഇത് അടിക്കുക. അതിന് കൊള്ളാതിരിക്കാനാണ് ഇതിങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്നത്. ലേസർ അടിക്കുക നമ്മുടെ മുഖത്തോട്ട്. നമ്മുടെ പുരികം നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല, എല്ലാം പറിച്ചു വെക്കുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്. കാലയിലോട്ട് ലേസർ അടിക്കുക. നഖവും മുടിയും കൊഴിക്കാനായിട്ട് വെള്ളത്തിനകത്ത് ആസിഡ് കലക്കുക. ആസിഡ് കലക്കുമ്പോൾ നമ്മുടെ നഖം ഇപ്പം നല്ല കട്ടിയാണേ. ഈ ആസിഡ് കലക്കുമ്പോൾ ഇതിൻ്റെ കട്ടിയെല്ലാം അങ്ങ് മാറും. ഉരുകി മാറിയേച്ച് ഇതിങ്ങനെ കടിച്ചു പറിച്ച പോലെ. ഇപ്പം നോക്കിയാൽ ഇത് അനങ്ങത്ത് പോലും ഇല്ല, നല്ല കനവ. ഇങ്ങനെ പല പല വേലകളാണ് അവന്മാർ ചെയ്യുന്നത്. ആശുപത്രിക്കാർക്ക് അറിയാമായിരുന്നു. കോടതി കൊടുത്താലേ കേസൊക്കെ ഉണ്ട്. ഞാൻ ഇവരോട് പറയും എന്നും പറയണം കോടതി കൊണ്ട് കേസ് കൊടുക്കാൻ. തുണി പൊക്കി കാണിക്കുകയല്ലോ അവൻ. അതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഇപ്പം ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. ഈ അടി പഠിക്കലൊക്കെ വന്നിരിക്കും. അവന്മാരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോണും കൊണ്ട് ഇവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ വന്നിരിക്കുക. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കയറ്റി വന്ന് അങ്ങോട്ട് മാറിയൊക്കെ ഫോണും കൊണ്ട് കിടക്കുവോ? ഈ വഴിയെ പോകുന്നവർ നിങ്ങൾ ബൈക്കിൽ നിർത്തി എന്തോ ഇങ്ങനെ മണിക്കൂറുകൾ ഫോൺ ചെയ്യുവോ? അല്ല ഞാൻ ചോദിക്കുക, ചെയ്യുവോ? ഈ വൃന്ദ എന്ന് പറയുന്ന ജോലി അവനൊരു ഒരുത്തരും കൂടെ ഉണ്ടോ ഫോൺ ചെയ്ത ജോലി കേട്ടോ? ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫോൺ ചെയ്യാതെ നമ്മുടെ വീട്ടിലാണെന്ന് എന്തുവാ ഞാനാണ് ആർക്കാണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ വാട്സപ്പൊക്കെ കോപ്പി ചെയ്യുക, ഫോൺ ക്ലോൺ ചെയ്യുക, ഇതൊക്കെ വെച്ചുകൊണ്ട് പല പല നമ്മുടെ വസ്തു വിറ്റെന്ന് വരുത്താൻ നോക്കുക. അങ്ങനെ പല പല കള്ളത്തരങ്ങളാണ്. പണ്ട് ഈ വടക്കേലെ അവൻ ഞാനിവിടെ 2019-20 ഇങ്ങനെ താമസിക്കുമ്പോൾ ഇതുപോലെ ഇവൻ സന്ധ്യ 7:30 പിന്നെ നാട്ടുകാരൊന്നും ഇല്ലല്ലോ. അന്നേരം ഇവനങ്ങ് തുടങ്ങും വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയേച്ച്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഇതെന്തോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുപോയി മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച്. എന്നിട്ട് ഇവന്മാർ ഇവൻ്റെ മോനെ ഈ പാതിരാത്രിക്ക് ഇതുവഴി ഇങ്ങനെ നടത്തും. എന്നിട്ട് ഈ കഥയെന്ന് പറഞ്ഞാൽ ഇവിടോട്ട് വരുന്നതെന്നാണ് കഥ. അപ്പം എനിക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മളെ ഇതുപോലെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയൊക്കെ ഉണ്ടാക്കി കെട്ടിത്തൂക്കുന്നതൊക്കെ അറിയാവോ? അങ്ങനെയൊക്കെയുള്ള ഗൂഢസംഘവന്മാർ ഒത്തിരി എണ്ണത്തിന് ഇവിടെയൊക്കെ ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയത് കാരണം കെട്ടിത്തൂങ്ങിയെന്നാണ് പറയുന്നത്. കെട്ടിത്തൂക്കിയേച്ചാണ് പറയുന്നത്, കെട്ടിത്തൂങ്ങിയെന്ന്. എന്നിട്ട് നമ്മളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി വെച്ച്. ഇവിടെ ഒന്നും ആരുമില്ല, അമ്മയില്ല, ആരുമില്ല, പോലീസിൽ കൊടുത്താൽ എടുക്കത്തില്ല. അപ്പം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പിന്നെ നാട്ടുകാർ കാണണം. നമ്മളെ ഇപ്പം കൊന്നിട്ടാലും ശരി നാട്ടുകാരറിയണം ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ പലതുണ്ടായിരുന്നെന്നുള്ളത്. അറിയണോ വേണ്ടയോ? നമ്മൾ പഠിച്ചത് LLB പഠിച്ചത് ചുമ്മാ ആണോ? അതിന് ഞാൻ ഇവിടെ എല്ലാം എഴുതി വെച്ച് ഇങ്ങനെ ആ കാരണങ്ങൾ ഇന്ന ആൾക്കാരാണ് നമ്മൾ ഇന്നത് ചെയ്യാൻ തുടങ്ങുന്നത്, ഇന്നത് നമ്മുടെ വസ്തുവകകൾ ഇതെടുക്കാൻ നോക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം എഴുതി വെച്ചപ്പോഴത്തേനും ഇവിടെ ആൾക്കാർക്ക് അങ്ങ് അയ്യോ എല്ലാവരും കാണുമല്ലയോ വേറെ കള്ളത്തരങ്ങൾ എല്ലാവരും കാണുമ്പോഴത്തേനും നിങ്ങളായാലും കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ വെപ്രാളം വരുമല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ ഒന്നും കള്ളങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. ഉണ്ടോ? നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ നമ്മളത് ചെയ്തിട്ടില്ലേ വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ഞാൻ ചോദിക്കുക. ആരെന്ത് പറയട്ടെ, നിങ്ങൾക്ക് വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പം ചെയ്യുന്നവർക്കല്ലയോ വെപ്രാളം വരുന്നത്.
അപ്പോഴത്തേന് ഇവന്മാർ കുറേ ഇതെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പെരയെല്ലാം അടിച്ചു കയറി. ചെറുത്തറ ശശി എന്ന് പറയുന്ന അങ്ങേരും കൂടെ അടിച്ചു കയറി നമ്മളെ പിടിച്ചുകൊണ്ട് സന്തുല എന്ന് പറയുന്ന ആശുപത്രി ഇതുപോലെ കൊണ്ടിട്ട്, എന്നിട്ട് ഇവിടെ കയറി ഇതെല്ലാം പരിശോധിച്ചപ്പം ഇവിടെ ഒന്നും ഇവർക്ക് പ്രമാണം കിട്ടിയില്ല. പിന്നെ കഥയുണ്ടാക്കി ഇവിടെ ഇല്ല അജേഷ് എന്ന് പറയുന്നവരവനെ അറിയാവോ? ഇല്ല, വൈദ്യരുടെ മോൻ. അവനെയും കൊന്നു കെട്ടി തൂക്കിയതാ. അതൊക്കെ അറിയാവോ? ഇവനെയും തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാ. എന്നിട്ട് ഇവൻ ഇവിടെ നമ്മുടെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് പോയി. ഈ അമ്മയുടെ മുന്നിൽ നിന്ന് അമ്മയ്ക്കറിയത്തില്ല. അവൻ വന്ന് പാസ്പോർട്ട് മോട്ടിച്ചുകൊണ്ട് പോയേച്ച് അമ്മയോട് പറഞ്ഞെന്തോ പാസ്പോർട്ട് വെച്ച് ഞാൻ കാശ് എടുത്തെന്നോ 10,000 രൂപ കൊടുക്കണമെന്നൊക്കെ. ഇങ്ങനെ കഥകളുണ്ടാക്കല ഇവന്മാരുടെ ജോലി, സ്ക്രിപ്റ്റഡ് കഥകളുണ്ടാക്കുക. ആ പാസ്പോർട്ട് വന്നു കേട്ടോ. ഇവൻ ഇതിനകത്ത് കയറി നമ്മുടെ എല്ലാം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഇതിനകത്ത് ആരാണ്ട് കയറും? ആരും കയറത്തില്ല. ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാം തല്ലിപ്പൊട്ടിച്ചേ ചെയ്തൊക്കെ ചെയ്തത്. അവൻ്റെ അവസാനം വന്നു അജേഷിൻ്റെ. അതുകൊണ്ട് അവനൊരു പുരകയും കൊണ്ടാണ് കല്യാണം കഴിച്ചത്. ആ പുരകയുടെ ആങ്ങളമാർ അവനെ കൊന്നത്, അവളെ ഉപദ്രവിച്ച അവൻ. അപ്പം അവർ കൊന്നേച്ച് കെട്ടി തൂക്കിച്ചതിന് ഇവരം കൊണ്ടു ഇവരം നടക്കി. ഇങ്ങനെയുള്ള പോലീസുകാരൊന്നും ഇപ്പം വേണ്ട. ഇവിടെ തന്നെ ഇന്നാളി കഴിഞ്ഞ ദിവസം വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ബൈക്ക് യാത്രക്കാരെ ഇടിച്ചിട്ടേച്ച് അവൻ പോലീസ് പിടിച്ചിട്ട് പോലും അവന്മാരെ വിട്ട്. എന്നിട്ട് പിന്നെന്താ പോലീസ് ജീപ്പിൽ ഇടിച്ചതുകൊണ്ടല്ലേ അവനെ പിടിച്ചത്, അല്ലയോ? അങ്ങനെയുള്ള ക്രിമിനലുകൾ ഇങ്ങനെ നടക്കുക. അവന്മാർക്ക് പോലീസിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പോലീസല്ല ഇവന്മാരുടെ സൈഡാണ്. നമ്മൾ ചെന്നൊരു പരാതി കൊടുത്താൽ ഇവന്മാരെ എടുക്കത്തേ ഇല്ല. അത്രയും ഇതായി മാറി നമ്മുടെ കാലം. ഇവിടെ ഇതുവരെയുള്ള സംഭവങ്ങളെല്ലാം അവരുടെ ഫോട്ടോ സഹിതം എഴുതി വെച്ചിട്ടുണ്ട് കോടതിയിൽ കൊടുക്കാൻ. പിന്നെ ആദ്യം ഒരു കോപ്പി ഇവർക്കും കൊടുക്കണം, എല്ലാം എഴുതിയുടെ കൊടുക്കും. എല്ലാം കൊടുത്തേ. നമ്മുടെ പിന്നെ വീട്ടിലോട്ട് ആരെങ്കിലും വന്നാൽ ഉടനെ കല്യാണം ആലോചിക്കാൻ വരുന്നതാ. നമുക്കിപ്പോൾ ഒരു പാർട്ട്ണറുണ്ട്, രാജസ്ഥാനിയാണ്. ആ ആളിന് ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നുമില്ല നമ്മളോട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവനെ വേണം. മനസ്സിലായില്ലയോ? ഇതൊക്കെ വസ്തു പിടിച്ച് പറിക്കണം. എൻ്റെ കൂടെ തന്നെ പഠിച്ചതാ, LLB. അപ്പോൾ ഇവന്മാർക്ക് നമ്മുടെ വസ്തു ഇവന്മാർക്ക് കൈമാറുന്നവരായിരിക്കണം. അങ്ങനെ പല നമ്മളെ ചതിക്കുന്നവനെ കൊണ്ട് ഇതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നതാണ് നമുക്ക് ഫോണിൽ എപ്പോഴും, നിങ്ങളുടെ ഫേസ്ബുക്കിൽ അങ്ങനെയാണോ എപ്പോഴും അസുഖങ്ങളുടെ കാര്യങ്ങൾ വരിക? അങ്ങനെയാണോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ? എനിക്കിപ്പോഴാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഫുൾ അസുഖങ്ങളുടെ കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് അസുഖങ്ങളാണ്, മറ്റേതാണ്, മറിച്ച് എന്താ ഇടുന്നത് ഇങ്ങനെ ഇവന്മാർക്ക് പല. അതുപോലെ നമ്മുടെ AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പെരയ്ക്കകത്തിരുന്ന സ്മോക്ക് വരുമോ? പുക വരുമോ? നിങ്ങളുടെ വീട്ടിൽ പണ്ട് അമ്മമാരൊക്കെ പുകയല്ലയോ ചോറ് വെച്ചുകൊണ്ടിരുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ പുക വരുമോ? നിങ്ങളുടെ അടുക്കളയിൽ പുക ഇട്ടാൽ ഇവിടെ വേണ്ട. അമ്മയോട് ചോദിച്ചോ, നമ്മളെടുത്ത് ലവരങ്ങോട്ട് പുകയിടും. പിന്നെ നമ്മുടെ മുഖത്തോട്ട് പുകയടി, നമ്മുടെ മൂക്കിനകത്തോട്ട് പുകയടി. ഭയങ്കര ടെക്നോളജി ഇവന്മാർക്ക്. AQI എന്നാ പറയുന്നത്. AQI ഇവിടെ എന്തോ AQI ഈ ഓലകട്ടിയിൽ എന്തോ AQI നമ്മുടെ മെയിൻ റോഡിൽ കൂടെ എറണാകുളത്ത് പോലെ അല്ലെ ഡൽഹി പോകുന്ന പോലെ വണ്ടി വല്ലതും ഉണ്ടോ? ഡൽഹി തന്നെ ഇപ്പം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള വണ്ടിയെ നിരത്തിലിറക്കാവൂ. അപ്പോൾ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുമോ? നിങ്ങൾ പറ. Euro 2 Euro ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം ഗ്രീൻ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളാക്കുവാണ്. ഇപ്പോൾ എന്തോ പൊല്യൂഷനാണെന്ന് ഇവർ പറയുന്നത്. ഇങ്ങനെ ആൾക്കാരെ ഇന്നും പിടിച്ചെന്ന് പറയുന്നത് അമോണിയം നൈട്രേറ്റ് രാജസ്ഥാനിൽ നിന്ന് 10,000. ഇതൊക്കെ ഇങ്ങനെ അടിച്ചു വിടുക ഇവന്മാർ. എന്തൊക്കെയോ പൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാം ഇതെല്ലാം ഇങ്ങനെ കുറേ മാഫിയകൾ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ പൊട്ടിക്കാനും അങ്ങനെ. ഈ അമോണിയം നൈട്രേറ്റ് ഡൽഹിയിൽ ഇന്നാളി ബ്ലാസ്റ്റ് ആയത്, അല്ലാതെ ബോംബൊന്നുമല്ല. വെറും അമോണിയം നൈട്രേറ്റ് അതിങ്ങനെ കൊണ്ട് നടന്ന് ചൂടായത് ബ്ലാസ്റ്റ് ആവുക ചെയ്തത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇവരെയൊക്കെ നല്ല ചെക്ക് ചെയ്യണം. ഇവന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ ഈ ഫോണൊക്കെ പിടിച്ച് എന്തുവാ നമ്മൾ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ആളുകളുടെ. അത്ര കള്ളത്തരങ്ങളാണ് ഈ ഫോണിനകത്ത് ഇപ്പം. സുബ്രഹ്മണ്യൻ, അത് നിങ്ങൾക്കൊരു നിങ്ങളുടെ അവിടെ SNDP ഉണ്ടല്ലോ, അവിടെ ഈ 24 മണിക്കൂറും പാട്ടാണോ? ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ സന്ധ്യയ്ക്കും രാവിലെയും പിന്നെ 41 ദിവസമൊക്കെ മൈക്കായിരുന്നോ? ഉണ്ടോ? അവിടെ ഒന്നുമില്ല. കണ്ടോ, ഇവിടെ ഒരുത്തനുണ്ട് 11 മണിയായാലും പോകത്തില്ല. അവൻ ഇതിനകത്ത് കയറി ഇരിക്കുക ജോലി. എന്താ എടുക്കുക ഇതിനകത്ത്? ഞാനതാ പറഞ്ഞ അവിടെ നമ്മളും കാണുന്ന പണ്ട് മുതലേ അവിടെ ഒരു മൈക്ക് നമ്മൾ കേട്ടിട്ടില്ല. മൈക്ക് ഇപ്പം വെക്കരുതെന്നാണോ അല്ലയോ? നിങ്ങൾ പറ. സൗണ്ട് പ്രശ്നമാണല്ലയോ? ഇവന്മാരിങ്ങനെ മൈക്ക് 41 ദിവസം ചെവിതല കേൾക്കണ്ട. നിങ്ങളൊന്ന് ചോദിച്ചത് ഇവിടെയാണ് നമുക്കൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ സിവിക് സെൻസ് ഇല്ല. എന്താ സിവിക് സെൻസ് നമ്മൾ വിചാരിക്കണം. എന്താ ഈ മൈക്ക് വെച്ചില്ലേ ദൈവത്തിനെ വിളിക്കാൻ പറ്റത്തില്ലയോ? പറ്റുമോ ഇല്ലയോ? നിങ്ങൾ പറ.
ദൈവത്തിനെ വിളിക്കേണ്ടവർക്ക് മൗനമായിട്ടിരുന്നാലും വീട്ടിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെയും ദൈവത്തിനെ വിളിക്കാം. മൈക്കിൽ കൂടെ ഒന്നും വിളിക്കണമെന്നൊന്നുമില്ല. ഉണ്ടോ? ചെറുവള്ളി കണ്ട് ഒരനക്കവും ഇല്ലേ? ഒരനക്കവും ഉണ്ടോ ചെറുവള്ളിയിൽ? ഒരു അമ്പലമാണല്ലോ, ഒരു ദേവീക്ഷേത്രം അല്ലയോ? ഇല്ലില്ല. ഇങ്ങനെ ശല്യമാണ്. അതുപോലെ കിഴക്കും നമ്മൾ SNDP ഉണ്ട്. പല SNDPക്കാരോട് നമ്മൾ അവിടെ ഒന്നും മൈക്കില്ല. ഇതുപോലെ 11 മണി വരെ ആരും കയറി ഇരിക്കുന്നുമില്ല. ഇങ്ങനെ കുറേ എണ്ണം വരിക. വേണ്ട, അവിടെ ഇപ്പോഴും കാറുണ്ട്. ഏതവനൊക്കെയാണ് അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നത്? SNDP മറ്റുള്ള കണ്ടവർക്കെല്ലാം കയറി ഇരിക്കാനുള്ള സ്ഥലമാണോ SNDP? ആണോ? ആ ശരി. ആ കൊടുത്തു. അതൊക്കെ എന്തോ നമ്മൾ കൊടുക്കാതിരിക്കുമോ? ശരി. ടിവിയുടെ റിമോട്ട് നന്നാക്കാൻ വന്ന് അപ്പോഴേ പോവുകയും ചെയ്തു. പറയുമായിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോ SNDPയിലും ഇല്ല, മൈക്കും ഇല്ല, ഒന്നുമില്ല. കാറിങ്ങനെ കിടക്കുക കണ്ടില്ലേ? ഏതാണെന്ന് ഇങ്ങനെ വന്ന് കിടക്കുക. SNDP എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ? SNDPയാ പോലും. എന്താ SNDPയാ? SNDP എങ്ങും ഇല്ലാത്ത വിശേഷമാണ്. 323 നമ്പർ SNDPക്ക്. വേറെ എങ്ങും ഇല്ലാത്ത വിശേഷങ്ങളാണ്. അയാൾ പറയുന്നത് അവിടെ എങ്ങും ഒരു മൈക്കും ഇല്ലയെന്ന്. പറയുന്നതല്ല, എങ്ങും ഇല്ല ഒരു മൈക്കും. ഇനി അങ്ങ് ശിവഗിരി, വർക്കല ശിവഗിരി ചെന്നാൽ 41 ദിവസം മൈക്ക് കാണത്തില്ല. ഇവിടെ ഉള്ളു. വർക്കല ശിവഗിരിയെക്കാട്ടി വലിയ ശിവഗിരിയാണ് വേണ്ടി ഇവിടം. 323 നമ്പർ SNDP. അതുപോലെ ഇപ്പം ഞാനും എൻ്റെ അമ്മയുള്ളൂ. അയാൾ പോയി. ഇനി വേണമെങ്കിൽ കഥ പറയും. അയാൾ വേറെ ആരോ വന്നതാണ്. അയാളെങ്ങും വന്നതല്ല. അയാൾ ഇനി വന്ന റിമോട്ട് കൊണ്ട് തന്നു. അയാളുടെ പാട്ടിന് പോയി.